ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ കസിന്റെ പോരയിലേക്കാ. ഈ നാറിയാടേ ഞാളെ എപ്പോഴെങ്കിലും കാണാ, പക്ഷെ കണ്ട കാണും. കസിനെ तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम तुझे देखा. എത്രയായി മച്ചാനെ കണ്ടിക്ക്? എന്താ ഇവിടെ കിടക്കുന്നു? അയത്ത് കയറി കിടക്ക്. എന്റെ കുടുംബത്തിൽ ഇങ്ങില്ലെങ്കിൽ ഞാനെന്താ ആക്കേനു? ഞാനെന്താക്കേനു? കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആടെ ഇഞ്ഞ കണ്ടാ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. നമ്മളെ കുടുംബത്തിൽ ഇന്റെ വില എന്താണെന്നറിയോ? വെറും വാണ വില. ശരിക്കും ഷക്കീലമായി എന്താ പറഞ്ഞു നടക്കുന്ന അറിയോ? അറിയാലോ. എന്താ ഇന്നലെ അങ്ങന്ന് പറയാ ഷാനു കഞ്ചാവാന്ന്. എന്നാ അങ്ങ് വന്ന് പറഞ്ഞാ ഇനി പെണ്ണു പിടിയാന്നാ? പെൺകുട്ടിയുടെ മുഖത്ത് പോലും ഞാൻ നോക്കലില്ല. ആ മുഖത്ത് നോക്കലില്ല, അതങ്ങനെ വന്ന് പറഞ്ഞേ. പെൺകുട്ടികളെ കണ്ട മാറി നടക്കല. പെൺകുട്ടികൾ മാറി നടക്കല. എന്റെ ഫ്യൂച്ചർ വൈഫിന് വേണ്ടി ഞാൻ മാനിയാക്കി നടക്കുന്നത്. അതിന് നമ്മക്കൊന്നും ഫ്യൂച്ചർ വൈഫേ ഇല്ല. എന്താ? നമ്മളെ കുടുംബക്കാരെ നമ്മളെ കല്യാണം മുടക്കിടും. നമ്മളെ പോലെ അറിയാതെ അതോ ലോകത്തിലാണ്. യു മീൻ അണ്ടർവെയർ? അണ്ടർവെയറിന്റെ കാര്യം പറഞ്ഞുതരാം. ഇനി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്റെ ഷഡ്ഡി കാണണ്ടായിക്കല്ലോ. ഇനി അതിന് ഷഡ്ഡി ഇടലുണ്ടോ? എടാ പന്നി, പാപ്പ കൊണ്ടുവന്ന കരിനീല ഷഡ്ഡിയാ. നമ്മളെ കുടുംബത്തിൽ കള്ളന്മാരും ഉണ്ട്. ആ, അടുത്തറിയുന്ന കള്ളന്മാരും ഉണ്ട്. പറ. ഞാൻ ഒന്ന് മാറിക്ക്, ഒരു സ്വകാര്യം പറയാനുണ്ട്. ആ പറ. എന്റെ കുടുംബത്തിലെ ഈ മാന്യനില്ലേ, ഏത് മായൻ അബ്ദുവോ? അയാളെ മോള് കടിബസിലെ കടിയങ്ങളിനോട് ഒളിച്ചോടി. ഇന്നലെ ഞാനൊരു ഫോട്ടോ സ്റ്റോറി ഇട്ട്, അതിൽ ഞാൻ പോലും അറിയാതൊരു പെണ്ണ്. അതെങ്ങനാടാ ഇഞ്ഞി പോലും അറിയാണ്ട് ഒരു പെണ്ണ്? ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ഇയാളറിഞ്ഞു. അതുകൊണ്ട് കുടുംബം മൊത്തം അറിഞ്ഞു. എന്നാലും അതിലെന്തോ ഒരു ഇതുണ്ടല്ലോ. അയാളെന്നാ പറഞ്ഞു വരുത്തിയെന്നറിയോ? ഞാള് തമ്മിൽ ഡിങ്കോൾഫിയാണ്. എന്നിട്ടിപ്പൊ എന്തായി? അയാളെ മോള് പോയി. ഇനിയിപ്പൊ മാനിൻ അബ്ദു എന്നുള്ള പേര് മാറ്റിട്ട് ഡിങ്കോൾഫി അബ്ദു എന്നാക്കാം. അത് വിളിക്കൂ. കസിനെ ഒരു 10 റുപ്യ അതാ. എന്റെ ബാപ്പ കൊണ്ടുവന്ന കരിനീല ഷഡ്ഡി.